പത്തനംതിട്ട വടശ്ശേരിക്കര സെന്റ് ആന്റണീസ് മലങ്കര കത്തോലിക്ക ഇടവകയ്ക്ക് 2024 ക്രിസ്മസ് സമ്മാനിച്ചത് ഇരട്ടി മധുരമാണ്. ഇടവകയിലെ ഇരട്ട സഹോദരങ്ങൾ ഒരുമിച്ച് തിരുപ്പട്ടം സ്വീകരിച്ചിരിക്കുകയാണ്. വടശ്ശേരിക്കര കോന്നാത്ത് സണ്ണി മാത്യുവിന്റെയും ആലിസ് സണ്ണി മാത്യുവിന്റെയും ഇരട്ടക്കുട്ടികളായി ജനിച്ച തോമസ് കോന്നാത്ത്, ജോസഫ് കോന്നാത്ത് എന്നിവരാണ് അഭിവന്യ പിതാവിന്റെ കൈവെപ്പ് വഴി പുരോഹിതരായി ഉയർത്തപ്പെട്ടിരിക്കുന്നത്. ഒന്നിച്ച് ജനിച്ച് ഒന്നിച്ചു വളർന്ന ഇരട്ട സഹോദരങ്ങളുടെ പട്ടത്ത് ശുശ്രൂഷ അതീവ ഭക്തിയോടും ഒപ്പം വിസ്മയത്തോടെയുമാണ് വിശ്വാസി സമൂഹം പങ്കുകൊണ്ടത്. ഡിസംബർ 30 രാവിലെ 8:30 മൈലപ്ര തിരുഹൃദയ കത്തോലിക്ക ദേവാലയത്തിൽ പട്ടത്ത് ശുശ്രൂഷയുടെ തിരുക്കർമ്മങ്ങൾക്ക് ആരംഭമായി. മലങ്കര സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ ബസേലിയൂസ് ക്ലീമിസ് കാതോലിക്ക ബാവ സന്നിഹിതനായിരുന്നു. തിരുക്കർമ്മ മധ്യേ നൽകിയ വചന സന്ദേശത്തിൽ പൗരോഹിത്യത്തെക്കുറിച്ച് കർദിനാൾ ബസേലിയൂസ് ക്ലീമിസ് കാതോലിക്ക ബാവ വിശദീകരിച്ചു. നമ്മുടെ സഭയെ സംബന്ധിച്ച് പൗരോഹിത്യത്തിൻ്റെ കൃപാവരം എന്നും കൃതജ്ഞതയോടെ ഏറ്റുവാങ്ങി ജീവിക്കുന്ന ഒരു സഭാ സമൂഹമാണ്. സഭയുടെ പൗരോഹിത്യ ശുശ്രൂഷ കർമാനുഷ്ഠാനങ്ങൾ നടത്തി കർമ്മങ്ങളിലൂടെ ചില കാര്യങ്ങൾ നിവൃത്തിയാക്കി അവസാനിപ്പിക്കുന്ന ഒരു ശുശ്രൂഷയല്ല. സ്വർഗത്തിന് പ്രീതികരമായ ഈ രക്ഷാകരമായ കൂദാശ മനുഷ്യരെ തൃപ്തിപ്പെടുത്താനല്ല, ദൈവത്തിൻ്റെ ഇഷ്ടം പൂർണ്ണമാക്കാനാണ്. അടിസ്ഥാനപരമായി സഭ ഇതിനെ കൂദാശ എന്ന് വിളിക്കുന്നത് രൂപാന്തരപ്പെടുത്തുന്നതിനുള്ള ആത്മീയമായ ശക്തിയുള്ളത് കൊണ്ടാണ്. പൗരോഹിത്യത്തിൻ്റെ അധികാരമെന്നത് ആജ്ഞാശക്തിയിൽ, വാക്കിൻ്റെ ബലത്തിൽ, സംഘാടക മികവിൻ്റെ വൈഭവത്തിൽ തെറ്റിദ്ധരിച്ചു പോയിട്ടുള്ള ആളുകളുണ്ട്. പൗരോഹിത്യത്തിൻ്റെ ശക്തി ആർസിലെ ജനങ്ങൾക്കിടയിൽ കുമ്പസാരക്കൂട് പൊടി തുടച്ച് വൃത്തിയാക്കി അതിലിരുന്ന് അനേകായിരങ്ങളെ ദൈവത്തിൻ്റെ കരുണ പഠിപ്പിച്ച ജോൺ മരിയ വിയാനിയിൽ പ്രകടമാണ്. പൗരോഹിത്യത്തെക്കുറിച്ച് നാം ഗൗരവതരമായി വിശുദ്ധ പുസ്തകത്തിൽ നിന്ന് പഠിക്കുമ്പോൾ മനസ്സിലാകുന്ന കാര്യം, ദൈവത്തിന് വിധേയപ്പെട്ട് ദൈവബന്ധത്തിൽ വ്യാപരിക്കുന്ന സാധാരണക്കാരായ മനുഷ്യരുടെ ഇടയിൽ നിന്ന് ദൈവം അസാധാരണമായി വിളിച്ചു ചേർക്കുന്ന ബലഹീനരായ മനുഷ്യരുടെ രൂപാന്തരീകരണമാണ്. പട്ടത്ത് ശുശ്രൂഷയ്ക്ക് ഇടവക അംഗവും ബത്തേരി രൂപതാധ്യക്ഷനുമായ ഡോക്ടർ ജോസഫ് മാർ തോമസ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഡോക്ടർ ജോസഫ് മാർ തോമസിന്റെ സഹോദരന്റെ മക്കളാണ് തിരുപ്പട്ടം സ്വീകരിച്ച ഇരട്ട സഹോദരങ്ങൾ. ഡോക്ടർ തോമസ് മാർ ആന്റോണിയൂസ് OIC, ഡോക്ടർ സാമുവൽ മാർ ഐറേനിയൂസ് എന്നിവർ സഹകാർമ്മികരായി. സാരാംശത്തിലൊന്നായിരിക്കുന്ന പരിശുദ്ധ തൃത്വത്തിന്റെ മഹിമയ്ക്കും ബഹുമാനത്തിനും ശോഭയ്ക്കും പുകഴ്ചയ്ക്കും ദൈവത്തിന്റെ പരിശുദ്ധ സഭയുടെ സമാധാനത്തിനും സുസ്ഥിരതയ്ക്കും ഇവ ആഘോഷിക്കപ്പെടുന്നു. പരിശുദ്ധ തൃത്വത്തിന്റെ മഹിമയ്ക്കും ബഹുമാനത്തിനും ശോഭയ്ക്കും പുകഴ്ചയ്ക്കും ദൈവത്തിന്റെ പരിശുദ്ധ സഭയുടെ സമാധാനത്തിനും സുസ്ഥിരതയ്ക്കും ഇവ ആഘോഷിക്കപ്പെടുന്നു. പരിശുദ്ധ തൃത്വത്തിന്റെ മഹിമയ്ക്കും ബഹുമാനത്തിനും ശോഭയ്ക്കും പുകഴ്ചയ്ക്കും ദൈവത്തിന്റെ പരിശുദ്ധ സഭയുടെ സമാധാനത്തിനും സുസ്ഥിരതയ്ക്കും ഇവ ആഘോഷിക്കപ്പെടുന്നു. സാരാംശത്തിലൊന്നായിരിക്കുന്ന പരിശുദ്ധ തൃത്വത്തിന്റെ മഹിമയ്ക്കും ബഹുമാനത്തിനും ശോഭയ്ക്കും പുകഴ്ചയ്ക്കും ദൈവത്തിന്റെ പരിശുദ്ധ സഭയുടെ സമാധാനത്തിനും സുസ്ഥിരതയ്ക്കും ഇവ ആഘോഷിക്കപ്പെടുന്നു.
Uhedro rumaro modatliso yuso kadisto shabias busia. Valshaino ubeniono daito kadisto dalo. ഇരട്ട സഹോദരന്മാരുടെ തിരുപ്പട്ട സ്വീകരണം കുടുംബത്തിനും സഭയ്ക്കും ഇരട്ടി മധുരം നൽകുന്ന ഒന്നായി മാറി. ഒന്നിച്ചു ജനിച്ച് ഒന്നിച്ചു വളർന്ന് ഒന്നിച്ചു വൈദികരാകുന്ന അപൂർവതയാണ് ഇവിടെ കാണാൻ സാധിക്കുക. ഇരുവരും മിഷണറിമാരായി ഡൽഹി ഗുഡ്ഗാവ് രൂപതയിലാണ് സേവനം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നതും ശ്രദ്ധേയം. ഷെക്കന ന്യൂസ്, പത്തനംതിട്ട.